ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിവിടുന്ന് പോവാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ടുപോകാൻ വരുന്നില്ല. ഇപ്പം എന്നെ റൂമിൽ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ റൂമിൽ പിടിച്ച് പൂട്ടിയിട്ടിട്ട് പിടിച്ചോണ്ട് വന്ന് കൊടുത്തേ. ആ റൂമിൽ സാക്ഷികളുണ്ട് എന്നെ വിളിച്ചിട്ട് പൂട്ടിയിട്ടതിന്. എന്നെ രക്ഷിക്കണം. സുമ അവളുടെ ബോയ് ഫ്രണ്ടും കൂടെ അറബിയുടെ നിന്ന് ഒരു കെട്ട് പൈസ മേടിച്ചിട്ടാണ് എന്നെ കൊടുത്തത്. അതുകൊണ്ട് അവൾ വിളിക്കാൻ വരുന്നില്ല. ഞാൻ ഇന്നലെ തൊട്ട് കിടന്ന് കരഞ്ഞ് വിളിക്കുക, അവൾ വരുന്നില്ല. എന്നെ രക്ഷിക്കണം. എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു നിവർത്തിയില്ല. എന്നെ പോലെ ഇനി ആരും ചതിപ്പെടാതിരിക്കാൻ എല്ലാവരും ഇത് ഷെയർ ചെയ്യും. എൻ്റെ വീട്ടുകാരൊരുപാട് വിഷമിക്കുന്നുണ്ട്. അവരാവുന്ന എത്രയും ചെയ്യുന്നുണ്ട്. നാട്ടിലിരുന്നവർ സങ്കടപ്പെടും. ഞാൻ ആത്മഹത്യ ചെയ്തേ ഉള്ളൂ. എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ പേര് പ്രീജ. ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഭാരതീപുരം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള സുമ എന്ന യുവതിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കഴിഞ്ഞ മാസം ജൂലൈ 3-ാം തീയതി ഷാർജ എയർപോർട്ടിലെത്തുകയും സുമ അനസ് എന്ന ഡ്രൈവറോടൊപ്പം വന്ന് എന്നെ അവളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും 1.5 മാസത്തോളം ഞാൻ സുമയുടെ കൂടെ റൂമിൽ താമസിക്കുകയും ചെയ്തു. ഒരുപാട് പെൺകുട്ടികളെ ജോലി വാഗ്ദാനം നൽകി ദുബായിലെത്തിക്കുകയും ദുബായ് അജ്മാനിലാണ് അവൾ താമസിക്കുന്നത് എത്തിക്കുകയും ANM എൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഈ പെൺകുട്ടികളെ ചതിച്ച് അറബികളുടെ വീട്ടിൽ കൊണ്ടാക്കി ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയാണ് ഇവൾ ചെയ്യുന്നത്. 50,000 രൂപ ശമ്പളം പറഞ്ഞ് കൊണ്ടുവരുന്ന പെൺകുട്ടികൾക്ക് 30,000 രൂപ പോലും ശമ്പളം കൊടുക്കാറില്ല. അറബികളുടെ വീട്ടിൽ പെട്ടുപോകുന്ന ഇവർ രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതെ വിഷമിക്കുന്ന സാഹചര്യമാണുള്ളത്. എനിക്ക് 35,000 രൂപ ശമ്പളം പറഞ്ഞ് കൊണ്ടുവന്നിട്ട് 22,000 രൂപ ശമ്പളത്തിന് ഒരു അറബിയുടെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ് എന്നെ. കരഞ്ഞു പറഞ്ഞിട്ടും എന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നതിന് രക്ഷപ്പെടുത്താൻ സുമ തയ്യാറല്ല. ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്ന് ഇതുപോലെ ചതിക്കുന്ന സുമയും നിഷാദിനെയും കൊടുക്കാൻ വേണ്ട നടപടികൾ ഇനി ആരെയും ചതിക്കാതിരിക്കാൻ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഞാൻ ബഹുമാനപ്പെട്ട കേരള പോലീസിനോട് അപേക്ഷിക്കുകയാണ്.